ഒരു 5ന്റെ പൈസ തരാണ്ട് ഇത്രയും കാലം ഊമ്പിപ്പിച്ചിട്ട് പെരുവയിലാക്കിയിട്ടും പിന്നെ 6 മാസം എടാ ഉളുപ്പുണ്ടാ വെച്ച് പോടാൻ നീയാതെ 60,000 70,000 സാലറി തരാന്ന് പറഞ്ഞിട്ട് എന്നാട് നിപ്പിച്ചിട്ട് 5ന്റെ പൈസ തരാണ്ട് എന്ത് വൃത്തികെട്ട കളിയാടാ നീയാടെ കളിക്കുന്നത്. എനിക്ക് തന്നതിന്റെ ഒരു പ്രൂഫ് നീ ഓഡിയൻസിന് മുമ്പ് പറഞ്ഞില്ലല്ലോ, ഒരു പ്രൂഫ് നീ അത് ജാസിക്ക് കൊടുത്ത. നീ ഷമീറിന്റെ മുമ്പിൽ 20,000 എറിഞ്ഞെടുത്തോലും. എടാ ഈ കെട്ട് പോലും നിന്റെ അടുത്ത് ഇന്നവരെ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാം എന്തോ ട്രാൻസാക്ഷൻ 5 അക്കൗണ്ട് ഉണ്ട് പോലും. എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിച്ചാൽ നീ എന്നോട് പറഞ്ഞ ഓഡിയൻസിനോട് പറഞ്ഞ സാലറി കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ താടാ നീയാതെ ഞാൻ കുറച്ച് ഒരു 30,000 വെച്ചിട്ട് 5-6 മാസത്തേക്ക് എത്രയോ പൈസ താ. എടാ ഇത് പോട്ടറാ. ഇതിന് ശേഷം മെൽവിൻ കുക്കായി വന്ന് മെൽവിൻ 2-3 മാസം സാലറി കൊടുത്താനാ. 2 മാസം കൂടുതൽ കൊടുത്തോന്നറിയില്ല. ഇപ്പോഴും ഞാൻ മുന്നിന് 7,000 ഉറുപ്പ്യ കടാടാ. എൻ്റെ 2 ഫോണ് മുന്നും എടുത്തുകൊണ്ടുപോയി. എൻ്റെ പെങ്ങളെ ഫോണും എൻ്റെ ഫോണും ഞാനിപ്പോൾ ഐഫോൺ മേടിച്ചുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല. അത് എടുത്തുകൊണ്ടുപോയി. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അതായത് 2 ഫോൺ ഉണ്ടായിന്. ആ ഫോൺ എടുത്തുകൊണ്ടുപോയി. കാരണം എന്താ പറയുക, ഇതെങ്ങനെ ഈ പൈസ കൊടുക്കാനുണ്ടായിന്ന് അറിയാം. 2,000 രൂപ ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാ. ബാക്കി 5,000 രൂപ മെൽവിന് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാങ് ഫണ്ട് എനിക്ക് തന്ന ഫണ്ടാടാ. എനിക്ക് പ്രൂഫ് എന്തോ എനിക്ക് കാണിക്കാൻ പറ്റില്ല. സോറി, എൻ്റെ അടുത്ത സാധനമല്ലേ, ഞാൻ പറയുന്നത് വിശ്വസിക്കാനേ പറ്റും. 5,000 രൂപ ഗ്യാങ് ഫണ്ട് എടുത്താൽ അവസാനം മുനു പറഞ്ഞു ഓൻ്റെ പേഴ്സണലി വെക്കണം, പൈസ ഇതാക്കണം. അവസാനം മുനുവിന് ഞാൻ കടക്കാരനായി. ഇങ്ങനെ കുറെ ആൾക്കാർ കടക്കാരൻ. പിന്നെ പറഞ്ഞു കുറെ ജാസി സ്കാമറാണ്, പണ്ടേ കുറെ ആൾക്കാർ സ്കാം ചെയ്തതിന്. എടാ ജാസി പണ്ട് ബിസിനസ് ചെയ്ത് 5-6 ലക്ഷം എനിക്ക് അടിച്ചണ്ണാക്കി കിട്ടിയതാ. അതൊന്നും പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ജാസി അത് പറയാത്തത്. പിന്നെ ഇത്രയും കാലം ഞാൻ ഇങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായി കഴിഞ്ഞാലും ഇന്നില്ലെങ്കിലും നാളെ നീയാതെ നിനക്കുള്ള സാധനങ്ങൾ എനിക്ക് കിട്ടും. ഇതെന്തുകൊണ്ടറിയോ, ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നെ കാണുന്ന സാധാരണക്കാരെ പോയ ആൾക്കാരെ വിശ്വസിക്കുന്നുണ്ട്. എവിടുന്നെങ്കിലും കിട്ടും. നമ്മുടെ അടുത്ത് ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് അത് അത്ര സ്ട്രോങ് കാര്യങ്ങളാണ്. എവിടുന്നെങ്കിലും അള്ളയായിട്ട് കൊണ്ടെത്തും നീയാതെ. പിന്നെ രമേശ് ചെന്നിത്തല സാറേ നിങ്ങൾ വരണം, ബ്ലഡ് എടുക്കണം, ടെസ്റ്റ് ചെയ്യണം. അത്രേ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ബാക്കി എന്താ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ മൂവിൻ്റെ സീൻ ഞാൻ പറഞ്ഞു. പിന്നെ വേറെ എന്താണ് കഞ്ചാവിൻ്റെ സീനി പറഞ്ഞു. കഞ്ചാവ് ഇപ്പം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിയും. വേറെന്താ എന്നെ പിടിച്ചടിച്ചതിൻ്റെതും അതിൻ്റെയൊക്കെ കിട്ടിയില്ലേ. റാമ്പൊക്കെ ഇടക്കിടക്കെ പിടിച്ചടിക്കലുണ്ട്. മുന്നു നേരത്തെ പറയുന്ന വോയിസുകൾ കേട്ടിട്ടില്ലേ? അത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതിപ്പോ ആദ്യത്തെ സംഭവമൊന്നുമല്ല. കൂട്ടത്തിനോട് തന്നെ തൊട്ടിട്ട് മുണ്ടാണ്ടിരിക്കുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ആരെങ്കിലും ഷോ ഓഫ് ആക്കേണ്ട. നമ്മളെല്ലാരും നിൽക്കുമ്പോ റാംബോ എന്താ പറയാ ജാസീനെ അടിച്ചപ്പോ നീ അതിൽ പ്രതിരോധിച്ച് അതിന്റെ സംഭവം. നമുക്ക് താല്പര്യമല്ല. നമ്മളിവന്റെ നീ പറഞ്ഞ പോലെ തന്നെ നമ്മള് എന്താ പറയാ നമ്മൾ ഇവന്റെ എച്ചിൽ ഒന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഇവിടുന്ന് വേറെ പൈസയോ സ്വന്തമായിട്ട് ഒരു ഇഷ്ടമോ സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യാനോ ഉള്ള ഇത് നമുക്ക് ഇവിടെ ഇല്ല. ഫ്രീഡം നമുക്ക് ഇല്ലാണ്ട് നമ്മളൊരു എന്താ പറയുക ജയിലിൽ പിടിച്ചിട്ട് പോലെ ജീവിക്കുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ആരെയോ റാംബോനെയോ നിയാദിനെയോ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ ചോറിൽ അത് മണ്ണുവാരിക്കുന്ന പരിപാടിയിലേക്ക് വരും. ചോറ് ഒന്നാമത് ഇവിടെ ചോറിനെ കിട്ടുന്നില്ല. അതെ, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒന്നാമത് ഇവിടെ ചോറിനെ കിട്ടുന്നില്ല. ഒന്നാമത് പൈസ കിട്ടുന്നില്ല. രണ്ടാമത് എന്ന് പറഞ്ഞാൽ ചോറാ കിട്ടുന്നത്. ആ ചോറിലും കൂടി മണ്ണ് വാരി ഇടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. നിന്നോട് ഞാൻ പറയാം, നിന്നോട് എനിക്ക് യാതൊരു ഇതും ഇല്ലാട്ടാ. എടാ ഞാൻ ആരും ഒന്നും പറയുന്നില്ലല്ല. ഞാൻ ആരോടൊന്നും അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ ആകത്തുനിന്ന് കുറച്ച് ചോറാണ്. ആ ചോറിനും കൂടി കണക്ക് പറഞ്ഞു. എന്നെ അടുത്ത് ഞാൻ ചിലപ്പോൾ കടന്നാൽ കടന്നതിന് കണക്ക് പറയും. അവിടെ ഇരുന്നിന്റെ കണക്ക് പറയും. ചിലപ്പോൾ ഞാൻ എന്താ പറയാ എന്നിട്ട് വെറുതെ ആ ഏരിയയിലൊന്നും അവിടെ നീ ഏരിയയിൽ വന്നില്ല ഏരിയയുടെ കണക്ക് കൂടി പറയുന്നു. കേൾക്കാൻ താല്പര്യമില്ലടാ. വേണ്ട, എന്തിനാ നീ കണക്കുകൾ കുറെ കണക്ക് കുറെ ഇതും അത് എന്തിനാന്ന് വെറുതെ കേൾക്കാനാക്കുന്നത്. ഒരിക്കെന്താക്കി നിയാദിനോട് റാംബോ മുനു തെറ്റിയിട്ട് അവസാനം ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള റീസൺ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ റാംബോ എന്നെ പിടിച്ചടിച്ച് എവിടുന്നാന്നറിയാം? കണ്ണൂർ ഹനാൻഷിയും നിയാദും എല്ലാവരും വന്ന കോൺസേർട്ട് ഉണ്ട്. അതിൽ ബിലാനെ അങ്ങനെ എന്താ ഒരു സ്ഥലത്ത് നമ്മൾ നിന്നത്. അപ്പോൾ ഞാൻ എന്താക്കി ഷമീർ പുറത്തു വന്ന സമയത്ത് ഷമീറിനൊപ്പം ഒന്ന് ചായ കുടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ എന്നോട് ചോദിച്ചു റാംബോ എവിടെ വന്നു? ഞാൻ പറഞ്ഞു ഒന്ന് ഷമീറിനൊപ്പം ഒന്ന് ചായ കുടിക്കാൻ പോട്ടെ. അപ്പോൾ ഇങ്ങോട്ട് വാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാടാ. അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ന് റൂമിലേക്ക് വിളിച്ചു ഇങ്ങോട്ട് വാ ജാസി പറയുന്ന കേൾക്കുന്നവർ വന്നിട്ട് അവിടെ കുറേ ആൾക്കാർ കൂടിക്കുന്നുണ്ട്. അവരെടുന്ന് ഒരൊറ്റ ചവിട്ടോട്ടി. അത് മുനു കണ്ട്. മുനു പറഞ്ഞ് അത്രയും കാലം ഒന്നും പറയില്ല. ആ വോയിസിലുണ്ട് പല പ്രാവശ്യം ഇതേപോലെ അടിക്കുന്നൊക്കെ നമ്മൾ കണ്ടല്ല, ഇനി മിണ്ടാണ്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മുനു പറഞ്ഞ് എന്തിനെങ്ങനെ അടിക്കേണ്ട കാര്യം ഇത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. മുനുവിനോട് റാമ്പ് ചൂടായി. മുനു നിയാദിനോട് പറഞ്ഞു നിയാദിന് ഇഷ്ടപ്പെടില്ല. നിയാദിനോട് പോടാ കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മുനു അവിടെ നിന്ന് ഇറങ്ങിയതാ. ഇപ്പം മുനു അവൻ്റെ ഒപ്പം നിൽക്കും. മുനുവിന് ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. മുനു നീ നല്ല മനുഷ്യനാണ്. അവിടെ ആകെ കുറച്ചെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നീ മാത്രമാണ്. നിന്നെ കുറ്റം പറയുന്നില്ല. പക്ഷെ മുനുവിൻ്റെ ആ വോയിസിലുണ്ട് എന്തോ ഭാഗ്യം രക്ഷപ്പെട്ടു പോയതാ. ഈഗിൾ എന്ന് പറഞ്ഞ്
കുണ്ടൻ എന്ന് പറയുന്നുണ്ട്. എടാ ഞാൻ ഇന്നേ വരെ ഒരാളെ കുണ്ടൻ അടിച്ചിട്ടില്ല. ഈ ഇതൊക്കെ നിയാദ് ഉണ്ടാക്കി തന്ന ബാഡ് ഇമേജ് ആണ്. കാരണം നിയാദ് പറഞ്ഞ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്താൽ മാത്രമേ ഓൻ അങ്ങനെ ആയത്. എടാ ഓൻ മുടി മുറിക്കുന്നതിന് മുമ്പ് തൊപ്പിയായ സമയത്ത് എന്നോട് തൊപ്പിയോ നിയാദോ ഡേഞ്ചർ എന്ന് വെച്ചാൽ ഞാൻ പറയും നിയാദാ ഡേഞ്ചർ. കാരണം വെച്ചാൽ അതിന് മുമ്പ് എനിക്ക് നെഗറ്റീവ് ഇമേജിനെ ഒറ്റക്കെന്നെല്ലാം ഉണ്ടാക്കുകയും ചെയ്ത് അതിന്റെ ശേഷം നന്മമരായി നന്മയോളിയായിട്ട് നമ്മളെ കൊണ്ടൊക്കെ ഉള്ള എല്ലാ പുറത്തിറങ്ങളും ഷഡിട്ടാടിയിട്ടും എല്ലാം ചെയ്ത് ആ സ്പിൻ വീല് ഞാനല്ല ബെയറിങ് ശരിയാക്കി നിയാതെ അതിന്റെ ബേക്കിലില്ല ഒരു വെയിറ്റ് വെച്ചാൽ മതി. ഒരു വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ചില സമയത്ത് വെക്കലുണ്ട്. എന്തെന്നറിയാം അതിന്റെ ബേക്കിൽ നമ്മളെ സെല്ലോ ടൈപ്പ് അങ്ങനത്തെ എന്തൊരു സാധനം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് ഫ്ലസ്കി കൊണ്ട് ഒന്നും ആരും കാണാണ്ട് നൈസായിട്ട് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്താവും അറിയാം അതിങ്ങനെ കറങ്ങുമ്പോൾ അതായത് എവിടെയാണ് വെയിറ്റ് ആ വെയിറ്റിന്റെ ഭാഗത്തേക്ക് വരും. ഇവൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വെച്ചാൽ നീ അത് ഷഡിട്ട് കൊള്ളുന്ന എന്നെ ആക്കണം. അതെന്നെ ആക്കണം. അതാണ് ഇന്നത്തെ കണ്ടന്റ്. ഇന്ന് വേറെ ഒന്നും കണ്ടന്റില്ല ജാസി. അപ്പൊ അതുകൊണ്ട് നീ ആടെ വരുന്ന രീതിയിൽ തന്നെ ആക്കണം. ഞാൻ പറഞ്ഞായിക്കോ ആയിക്കോട്ടെ. ഞാൻ ആശാരിയാടാ. ഞാൻ ആ ഫുഡ് ഉണ്ടാക്കുന്നവനാ. അലക്കാരനാണ്. ആശാരിയാണ്. എടാ പിന്നെ പറഞ്ഞ് ഞാൻ ബാസ്ക്കറ്റ് കൊട്ടയിൽ എടുത്തിട്ടാണ് ഇത് കൊണ്ടുപോലും അതിനെങ്ങനെയാണ് ഷഡ്ഡി അലക്കുന്നത് മാത്രം എന്ന് പറയാൻ. നീ അത് നേരത്തെ ഇവൻ കാണിച്ചെന്നൊന്നും അറിയില്ല. ഇവൻ കാണിച്ചൊന്നും അറിയില്ല. ഇതാണോ അത്? ഇതൊരിക്കലും അവന്റെ ഗേൾഫ്രണ്ട് പറഞ്ഞാണേ. അവന്റെ അണ്ടർവെയർ ഉണ്ട് അതൊക്കെ അലക്കാൻ പറഞ്ഞു. അമ്മ നീ കേട്ടിട്ടില്ലേ? ഓള് പറഞ്ഞ് നീ കേട്ടിട്ടില്ലേ? ഞാൻ കാണിച്ചത് ഇവിടെ വന്നിട്ട് ഇതാണ് ഇതൊക്കെ അവസ്ഥ. ഇതാ കാണുന്നുണ്ടാവില്ല. അവിടെ വാഷിംഗ് മെഷീനിൽ അണ്ടർവെയർ. ഇനിയിപ്പോ ഇതല്ല എല്ലാം കൂടി എനിക്ക് ഈ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു ഇത് മാത്രം ഉള്ളതുകൊണ്ടാണ്. രാവിലെ തന്നെ ഞാൻ വന്നത് ഉറങ്ങി അടിച്ചിട്ട് രാവിലെ തന്നെ ഓനും ഓന്റെ ഗേൾഫ്രണ്ടും അടി ഉണ്ടാക്കിയിട്ട് അടിച്ച് പൊളിച്ച് പോയിട്ട് എന്നോട് പറയാം ഡാ ജാസി. ഞാൻ ചോദിച്ചെന്ത് ഇവിടെ ഒന്ന് മൊത്തം വൃത്തിയാക്കട്ടെ. ഞാൻ ഇപ്പൊ പുറത്തു പോയി വരുമ്പോ വൃത്തിയാക്കുന്നു. ഇവന്റെ ഗേൾഫ്രണ്ട് കൂടെ കിടന്നിട്ട് അടി ഉണ്ടാക്കിയതാ. ഇതാ മറ്റേ ഇവിടുത്തെ സാധനം മൊത്തം പൊട്ടിച്ചു വെച്ചു എല്ലാം. എന്റെ റൂം അടിച്ച് പൊളിച്ച് നാശാക്കി എന്താ പറയാ മൊത്തം വൃത്തിയാക്കി വെക്കുന്നു. പിന്നെ ഇതേതാ ബാസ്കറ്റ് കൊട്ടയിലാണ് പോലും നീ ഷഡ്ഡി കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇടുന്നടാ. എടാ പുണ്ടച്ചി മോനെ നിന്റെ ഷഡ്ഡിക്ക് എത്ര പ്രാവശ്യം കൈ കൊണ്ട് എടുത്തിട്ടുണ്ടാ. അതിന്റെ ഒരു ഉളുപ്പുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് പറയാൻ നിനക്ക് എന്താടാ മടി. ഇന്നേ വരെ ഞാൻ നിന്റെ മുഖത്തോക്കി പറഞ്ഞു. നീ എന്താ പറഞ്ഞ എന്റെ കണ്ണിൽ നോക്കാൻ ധൈര്യപ്പെടില്ല. നിന്റെ കണ്ണിൽ തന്നെടാ നോക്കുന്നത്. ഇത് എന്ന് നീ കാണുന്നുണ്ടോ അന്ന് ഞാൻ നിന്റെ കണ്ണിൽ നോക്കുന്നത്. എന്താടാ നീ എന്താ മറ്റേതാന്ന് വിചാരിച്ചടാ. കാണട്ടെ എല്ലാരും. ഇതാ മമ്മു ഞാനും. ഞമ്മക്കാണ് ഇതിന്റെ ഡ്യൂട്ടി ഉണ്ടാവുക. മമ്മു ഞാനും. എന്തേ എടാ ഞാൻ പറഞ്ഞില്ലടാ. ഇനി നാളെ ഇവൻ എന്തൊക്കെ കൊണ്ടാ വരികയെന്ന് എനിക്കറിയില്ല. പക്ഷെ നീയാതെ ഇന്നില്ലെങ്കിൽ നാളെ നീ എന്താ പറഞ്ഞത്? കർമ്മ വൺ ഡേ. എടാ ഫുണ്ടേ കർമ്മ എന്നുള്ള സാധനം ഈ ലോകത്തുണ്ടെങ്കിൽ എടാ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരടാ ഞാൻ. അതുകൊണ്ടാണ് ഈ സാധനം അടിക്കാണ്ടും എനിക്കെന്താ നീ എന്താ മണ്ടനാന്ന് വിചാരിച്ചാ ഈ കഞ്ചാവ് അടിക്കാണ്ടും കള്ളു കുടിക്കാണ്ടും ഈ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടും ഞാൻ എന്ത് എടാ ഇതൊക്കെ നമുക്ക് വേണ്ട. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒന്നും ലേരിയുള്ളൂ. എന്നിട്ട് അങ്ങനത്തെ എല്ലാ പൂറത്തരും നീ ചെയ്ത് നീ മറ്റെന്തോ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന സാധനത്തിൽ കെമിക്കൽ ഇട്ടിട്ട് ഇങ്ങനെ അടിക്കലും നീ കഞ്ചാവ് അടിക്കലും. ഇൻഫ്ലുവൻസർ അതായത് ഇപ്പൊ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഒരു ഇൻഫ്ലുവൻസർ ഉൾപ്പെടെ അയാളെ പേര് ഞാൻ പറയുന്നില്ല. ആ ഇൻഫ്ലുവൻസർ ഉൾപ്പെടെ ഒരു ഇനാഗുറേഷന് പോയ സമയത്ത് ഇവനും ഇൻഫ്ലുവൻസറും പിന്നെ ഇതും ഞാൻ പറയുന്നില്ല ഇവർ മൂന്നാളും കൂടി ഈ സാധനം അടിക്കാൻ പോയതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രൂഫ് ഡേറ്റോ ഡേറ്റ് എന്താ ഇതൊന്നും ഐഫോണുള്ള സമയത്ത് ഐഫോണൊക്കെ നമ്മൾ ഈ അടുത്ത് ആണ് എടുത്തത്. അപ്പൊ അതുകൊണ്ട് ഡേറ്റ് ഇതിപ്പോ എല്ലാം ടെലിഗ്രാമിലാക്കിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഗൈസ് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ വെളുപ്പിക്കോ എന്താണോ ഒന്നും അറിയില്ല. പിന്നെ ജാസി ഒരു കുണ്ടനല്ല, ഒരു കള്ളുടിയനല്ല, കഞ്ചാവടിയനല്ല, ഒന്നുമല്ല. എന്തെങ്കിലും പ്രൂഫ് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കുന്ന എല്ലാവർക്കും അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കഞ്ചാവടിയനല്ല, കള്ളുടിയനല്ല, സിഗരറ്റ് വലിക്കലില്ല, പിന്നെ അതുപോലെ തന്നെ കുണ്ടൻ അടിക്കലില്ല, പിന്നെ വേറെന്താ അലിഗേഷൻ, പിന്നെ വേറെന്താ പിന്നെ പ്രൊമോഷൻ ഞാൻ പറഞ്ഞു 2-3 പ്രൊമോഷൻ പെൻഡിങ്ങിലുണ്ട്. പിന്നെ ഒരു കാര്യം പറയാണ്ട് ഇതൊന്നുമല്ല. ഇത് തെളിയിക്കുന്ന ആൾക്കാർക്ക് 2-3 പ്രൊമോഷൻ പെൻഡിങ്ങിലുണ്ട്. ഞാൻ പറഞ്ഞ അതിന്റെ കാരണങ്ങൾ പറഞ്ഞല്ലോ. ഈ ഐഫോൺ എടുത്തോ. ഇത് കഷ്ടപ്പെട്ട് ആകെ ഐഫോൺ ഇപ്പൊ കൈമലുള്ളൂ. എൻ്റെ അടുത്തുള്ള മാക് ബുക്കും ക്യാമറയും വിറ്റ് തോലച്ചിട്ടും സിനിമയിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് എടുത്തു ഐഫോൺ എടുത്തോ. ഓക്കെ. അപ്പൊ ഇത് ഓപ്പൺ ഡിക്ലറേഷൻ.